കാശ്മീർ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മുഖ്യ ടൂറിസങ്ങളിലൊന്നാണ്. നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീർ ഓരോ മനുഷ്യന്റെയും ബക്കറ്റ് ലിസ്റ്റ് വരുന്ന ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കണമെന്ന് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പം പക്ഷേ നമുക്ക് ഈയിടെയായിട്ട് കാശ്മീരിലേക്ക് പോകുന്നതിന്റെ ടൂറിസം മേഖല, അതായത് 2025 ഏപ്രിൽ 22 പഹൽഗാം അറ്റാക്കും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും നമ്മുടെ കാശ്മീർ ടൂറിസം മേഖല വല്ലാതെ അങ്ങ് കൂപ്പുകുത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അൻരാജാണ്. അൻരാജ് അഥവാ നമ്മുടെ ഏകദേശം 16ഓളം വർഷത്തെ ടൂറിസം ഇൻഡസ്ട്രി തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് കാഴ്ചപ്പാടുകളിലേക്ക് നമുക്ക് പോകാം. അപ്പം ചേട്ടന് മാറിയ കാശ്മീർ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം അറ്റാക്ക്, ഇവയൊക്കെ മാറിയ കാശ്മീരിന്റെ ഭാവി എന്തായിരിക്കും എന്നാണ് ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത്? ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും കാശ്മീരിലേക്ക് ഇനി എപ്പോഴാ യാത്ര എന്ന് മാത്രം ചോദിക്കുന്നു. കാശ്മീരിൽ 48ഓളം സെന്ററുകളായിരുന്നു നമുക്ക് കാഴ്ചയിലുണ്ടായത്. ഈ 48ഓളം സെന്ററുകളിൽ ഇപ്പൊ 16 ഉള്ളൂ. ഈ 16 ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആൾക്കാർ ഇന്ന മൊത്തം തുറന്നിട്ട് വരാനെന്ന്. അങ്ങനെയല്ല. ആൾക്കാർ പറയുന്നത് 16 ഇല്ല എങ്കിൽ അത് കാണാൻ വരാന്നാണ്. റീസെന്റ് ആയിട്ട് ചിനാബ് നദിക്ക് മേളിൽ കൂടി ഒരു ചിനാബ് റെയിൽ ബ്രിഡ്ജ് പണി കഴിപ്പിച്ച് അതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞില്ലേ. അപ്പൊ അതായത് ജമ്മുവിനെയും കാശ്മീരിനെയും കൂടെ ഒന്നിപ്പിക്കുന്ന ഒരു റെയിൽവേ ബ്രിഡ്ജ് അവിടെ വന്നു. ഇന്ത്യയിൽ കുറച്ചുപേരെ അറിഞ്ഞിട്ടുള്ളൂ ഈ സത്യത്തില്. അത് പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത് ഇത്രയും വലിയ ഒരു മാർക്കറ്റ് ആയിട്ട് അവരത് പറയാതിരിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പയ്യെ അവിടെ ആള് ചെന്നാൽ മതി. കാരണം വലിയൊരു ഫ്ലോയിൽ ആള് ചെല്ലുമ്പോഴാണ് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മറുവശം ഉണ്ടാകുന്നത്. ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. അവിടെ ചെന്ന് കുറച്ച് ആൾക്കാർ ചെല്ലുക, ചെന്ന് അവരുടെ മറുപടി കേൾക്കുക. ഇവിടെ ശാന്തമാണ്, ഇവിടെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് പോവാം എന്ന് കേൾക്കുക. ആ ഒരു കേൾവി ഇന്ത്യ എന്താണേലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവിടുത്തെ ജനത എന്തുകൊണ്ടും അതിന് വില്ലിങ് ആണ്, അവരത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു റെയിൽ ബ്രിഡ്ജ് വന്നു, വന്ദേ ഭാരത് വന്നു. നമ്മുടെ ഇങ്ങോട്ടൊക്കെ വന്ദേ ഭാരത് 2 വന്നാൽ ഇന്നും കയറാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ ചെന്നാൽ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാർ കാണും. കാരണം ആ ഒരു നദിയുടെ മേളിൽ കൂടി, നമ്മുടെ തലയ്ക്ക് മേളിൽ കൂടി വരുന്ന ഒരു ട്രെയിൻ നമ്മൾ എന്താണേലും കയറിയിരിക്കും. അതൊക്കെയാണ് ഇനി നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണണം എന്ന് ആഗ്രഹിക്കും. അതെന്താണേലും ഇവിടുത്തെ ജനത ഒരിക്കലും കൈപ്പിടിയിൽ ഒതുക്കാതിരിക്കത്തില്ല. എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കാശ്മീർ എന്ന് നമുക്ക് ചിന്തിക്കാം. അത് നല്ല ചോദ്യമാവും. അല്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കാശ്മീരിന്റെ സ്ഥിതി എന്താവും എന്നൊരു ചോദ്യം ഇല്ല. ടൂറിസത്തിൽ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ കാരണം എന്തുകൊണ്ടും നമ്മൾ പറഞ്ഞ ആ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ പറഞ്ഞ റെയിൽവേ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. റെയിൽ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് തന്നെ അതിന് ശേഷം ആകുമ്പോൾ ഒന്ന് ആലോചിക്കുക, അവിടെ നടക്കേണ്ടതെല്ലാം നടന്നുകൊണ്ടേയിരിക്കുക, അവിടെ കാണേണ്ടവർ ഇപ്പോഴും അവർ വന്നുകൊണ്ടേയിരിക്കുക. നമ്മളിൽ ഇവിടെയുള്ള ചിലർക്ക് ചിലപ്പം ഒരു പേടി തോന്നിയെന്ന് വരാം. പക്ഷെ ആ പേടിയും അതും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ആൾക്കാര് വലിയ എക്സ്പ്ലോറിംഗ് ഒന്നും കൊടുക്കാതെ കുറഞ്ഞ ആൾക്കാർ ചെന്നാൽ മതി എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ ഇപ്പോഴും തിരക്കാം. നമ്മളിപ്പോൾ അവിടെ ഒരു ഹോട്ടൽ വിളിച്ച് ചോദിച്ചാൽ അവിടെ ബുക്കിങ്ങിന് ഭയങ്കര തിരക്കാണ്, എല്ലാ കാര്യങ്ങളും തിരക്കാണ്. അതായത് അവിടെ ഇപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാ റെസ്ട്രിക്ഷൻസും ഒഴിവാക്കി അവരവിടെ എല്ലാ കാര്യങ്ങളും. പിന്നെ ഇപ്പൊ 16 സ്ഥലങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുവെങ്കിൽ അത് അവരുടെ സുരക്ഷയുടെ ഒരു ഭാഗമായിട്ട് എന്താണേലും ഗവൺമെന്റ് കാണാതെ പറ്റില്ല. അത് നാളെ 17 ആകും, 18 ആകും, 19 ആകും. എന്താണെങ്കിലും നാളെ ഒരു 6 മാസം കൊണ്ട് അത് 46 തന്നെയാവും. പക്ഷെ ഈ 6 മാസം വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ആൾക്കാർ തയ്യാറാണ്. പക്ഷെ ഈ 6 മാസം വെയിറ്റ് ചെയ്താൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും തന്നെ കൂടുതൽ നമുക്ക് പറയാം. ഈ കാണുന്നതിന്റെ വേറൊരു ഭാഗങ്ങൾ അപ്പുറവും കാണാം എന്നുള്ളതേ ഉള്ളൂ.